രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേര് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. കുറേയധികം കാര്യങ്ങൾ എതിർത്തൊക്കെ രേണുവിനെ സംസാരിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് ഒരാളാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. സിനിമയിലും സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരാൾ കൂടിയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ രേണുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ചിന്തിക്കുമായിരുന്നു, എന്തിനാണ് ഇത് കണക്കൊക്കെ ചെയ്യുന്നത്, ഈ മക്കളുടെ കാര്യമൊന്നും രേണു എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്നു. ഈ ഒരു കുട്ടികൾക്കൊക്കെ വെളിയിൽ ഇറങ്ങി നടക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതൊക്കെ അല്ലേ ഇളയ കുട്ടിയൊക്കെ. ഇപ്പോൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇതേ കണക്ക് അമ്മ ഇതേ കണക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വിഷമം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട് ഇതിനെ പറ്റിയൊന്നും രേണു ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഇപ്പം ആവശ്യത്തിന് പണമൊക്കെ സമ്പാദിക്കുന്നുണ്ട്, അപ്പോഴത്തേനും അത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. ഇങ്ങനെ കുട്ടികളെയൊക്കെ നാറ്റിക്കുന്ന രീതിയിലാവരുത് എന്നുള്ളതാണ് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്.